മൊമെൻസിൻ്റെ ഫോമുല നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ മൊമെൻസിൻ്റെ ഫോമുല ഇൻ ടേംസ് ഓഫ് എക്സ്പെക്റ്റേഷൻ എങ്ങനെയാണെന്നാണ്. മൊമെൻസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, റോ ആൻഡ് സെൻട്രൽ. ഈ രണ്ട് ടൈപ്പ് മൊമെൻസിൻ്റെയും ഫോമുല എക്സ്പെക്റ്റേഷൻ യൂസ് ചെയ്ത് എങ്ങനെയാണ് എഴുതുന്നതെന്നാണ് പഠിക്കുന്നത്. അത് മാത്രമല്ല, ഈ റോ ആൻഡ് സെൻട്രൽ മൊമെൻറ്റ്സ് തമ്മിലൊരു ഇന്റർ റിലേഷൻഷിപ്പ് ഉണ്ട്. അതും എക്സ്പെക്റ്റേഷൻ യൂസ് ചെയ്ത് നമുക്ക് വേഗം കണ്ടുപിടിക്കാം. അതും എങ്ങനെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം എക്സ് ഒരു റാൻഡം വേരിയബിൾ ആണെന്ന് വിചാരിക്കുക, കണ്ടിന്യൂസ് ഓർ ഡിസ്ക്രീറ്റ്. എക്സ് ഒരു റാൻഡം വേരിയബിൾ ആണ് വിത്ത് PDF എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ PMF. ഡിസ്ക്രീറ്റ് കേസ് ആകുമ്പോൾ അത് PMF ആകും. PDF അല്ലെങ്കിൽ PMF എഫ് ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ആർത്ത് മൊമെന്റ് അബൌട്ട് അല്ലെങ്കിൽ ആർത്ത് മൊമെന്റ് ഓഫ് എക്സ് അബൌട്ട് എ കോൺസ്റ്റന്റ് എ. അതിനെ നമ്മൾ മ്യൂ ആർ ഡാഷ് ഓഫ് എ എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിന്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്, സമ്മേഷൻ അല്ലെങ്കിൽ ഇന്റഗ്രൽ എക്സ് മൈനസ് എ ദാറ്റ് ഹോൾ റേസ് ടു ആർ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന്. അത് തന്നെയാണ് എക്സ്പെക്ടേഷൻ്റെ ടേംസിൽ നമ്മൾ പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എ ദാറ്റ് ഹോൾ റേസ് ടു ആർ. കാരണം എക്സ്പെക്ടേഷൻ്റെ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ സമ്മേഷൻ ഒരു റാൻഡം വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഓഫ് റാൻഡം വേരിയബിളിന്റെ എക്സ്പെക്ടേഷൻ എങ്ങനെയാണ്, ആ ഫംഗ്ഷൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ പി ഓഫ് എക്സ്. ഇനി അല്ലെങ്കിൽ കണ്ടിന്യൂസ് കേസിലാണെങ്കിൽ സമ്മേഷന് പകരം ഇന്റഗ്രൽ ആകും എക്സ് മൈനസ് എ റേസ് ടു ആർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ഈ ഫോമുലയാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്. പക്ഷെ അത് എക്സ്പെക്ടേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ എഴുതാം, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എ ദാറ്റ് ഹോൾ റേസ് ടു ആർ. അപ്പോൾ ഇത് ആർത്ത് മൊമെന്റ് അബൌട്ട് എ, ആർത്ത് മൊമെന്റ് ഓഫ് എക്സ് അബൌട്ട് എ. അങ്ങനെയാണെങ്കിൽ ഈ എക്ക് 0 കൊടുത്താൽ അതിനെ ആർത്ത് റോ മൊമെന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആർത്ത് റോ മൊമെന്റ് ഓഫ് എക്സ് അതിനെ മ്യൂ ആർ ഡാഷ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എ 0 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ 0 എന്ന് ഡിനോട്ട് ചെയ്യാറില്ല, മ്യൂ ആർ ഡാഷ്. അപ്പോൾ ഈ ഫോമുലയിൽ എക്ക് 0 കൊടുക്കുമ്പോൾ അത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് റേസ് ടു ആർ എന്നാകും. ഡിസ്ക്രീറ്റ് കേസ് ആണോ കണ്ടിന്യൂസ് ആണോ എന്നുള്ളതനുസരിച്ച് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇന്റഗ്രൽ എക്സ് റേസ് ടു ആർ എഫ് ഓഫ് എക്സ് ഡി എക്സ്, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ സമ്മേഷൻ എക്സ് റേസ് ടു ആർ എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇനി സെൻട്രൽ ഈ രണ്ട് മൊമെന്റ്സ് ആണ് റോ മൊമെന്റ്സിന്റെ കൂട്ടത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് പഠിക്കാനുള്ളത് ആർത്ത് സെൻട്രൽ മൊമെന്റ്. ആർത്ത് സെൻട്രൽ മൊമെന്റ് ഓഫ് എക്സ് അതിനെ നമ്മൾ ഈ ഡാഷ് ഇല്ലാതെ മ്യൂ ആർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ മ്യൂ ആർ ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ 1 ഡാഷ് റേസ് ടു ആർ. മ്യൂ 1 ഡാഷ് എന്ന് പറയുന്നത് ഫസ്റ്റ് റോ മൊമെന്റ് അബൌട്ട് 0. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ 1 ഡാഷ് റേസ് ടു ആർ ആണ് ആർത്ത് സെൻട്രൽ മൊമെന്റ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ. അപ്പോൾ ഇത്രയും ഫോമുല നിങ്ങൾ കാണാതെ പഠിക്കുക. ഇനി ഇത് തമ്മിലുള്ള ഒരു ഇന്റർ റിലേഷനും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആർത്ത് റോ മൊമെന്റ് അല്ലെങ്കിൽ ആർത്ത് സെൻട്രൽ മൊമെന്റ് ഇൻ ടേംസ് ഓഫ് ആർത്ത് റോ മൊമെന്റ്സ് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. അപ്പോൾ നമുക്കറിയാം ആർത്ത് സെൻട്രൽ മൊമെന്റിനെ മ്യൂ ആർ എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ മ്യൂ ആറിന്റെ ഫോമുല ഇതാണ്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ 1 ഡാഷ് റേസ് ടു ആർ. ഓക്കെ, ഇനി ഞാൻ ആറിന് 1 കൊടുക്കുന്നു. അപ്പോൾ അതെന്താകും, മ്യൂ 1 ഇസ് ഈക്വൽ ടു, ഇവിടെ ആറിന് 1 കൊടുത്താൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ 1 ഡാഷ് പവർ 1 ആണ്, അത് ഞാൻ എഴുതുന്നില്ല. അപ്പോൾ എക്സ്പെക്ടേഷൻ ആയതുകൊണ്ട് നമുക്ക് അകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് മ്യൂ 1 ഡാഷ്. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മ്യൂ 1 ഡാഷ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് മ്യൂ 1 ഡാഷും എക്സ്പെക്ടേഷൻ ഓഫ് എ കോൺസ്റ്റന്റ് അത് തന്നെയാണ്, അതുകൊണ്ട് അത് മ്യൂ 1 ഡാഷ് തന്നെയാണ്. ഫലത്തിൽ അത് 0 ആയിട്ട് മാറും. അപ്പോൾ ഒന്നാമത്തെ റിസൾട്ട് ആണ് മ്യൂ 1 ഇസ് ഈക്വൽ ടു 0. അടുത്ത ആറിന് 2 കൊടുത്ത് നോക്കാം. അപ്പോൾ മ്യൂ 2 ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ്
mu1 dash that whole square. ഇവിടുത്തെ rന് 2 കൊടുക്കുന്നു. Which is equal to expectation of, നമുക്കിത് a minus b that whole square ഫോമിൽ എക്സ്പാൻഡ് ചെയ്യണം, എന്നിട്ടാണ് എക്സ്പെക്ടേഷൻ അകത്തേക്ക് കൊടുക്കേണ്ടത്. ദാറ്റ് ഇസ് x square minus 2x mu1 dash plus mu1 dash square. ഇനി എക്സ്പെക്ടേഷൻ അകത്തേക്ക് കൊടുത്താൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2 mu1 dash പുറത്തെടുക്കാം. എക്സ്പെക്ടേഷൻ എക്സിന് മാത്രമാണ് ബാധകം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് mu1 dash സ്ക്വയർ. അതിനകത്ത് എക്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് mu1 dash സ്ക്വയർ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് എക്സ്പെക്ടേഷൻ ഓഫ് എ കോൺസ്റ്റന്റ് ആയിട്ട് അതുപോലെ പുറത്തെടുക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്നുള്ളതാണ് നമ്മുടെ mu2 dash മൈനസ് 2 mu1 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വീണ്ടും mu1, സോറി mu1 അല്ല mu1 dash, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വീണ്ടും mu1 dash പ്ലസ് mu1 dash സ്ക്വയർ, which is equal to mu2 dash minus 2 mu1 dash square plus mu1 dash square. കുറച്ച് എഴുതുമ്പോൾ mu2 dash minus mu1 dash square. അപ്പോൾ അതാണ് mu2ന്റെ ഫോർമുല. അപ്പോൾ സെക്കൻഡ് സെൻട്രൽ മൊമെന്റ് ഇൻ ടേംസ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെൻട്രൽ റോ മൊമെന്റ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ r is equal to 3 കൊടുക്കുമ്പോൾ mu3 is equal to expectation of x minus mu1 dash that whole cube. പഴയതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് a minus b that whole cube ഫോമിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് എക്സ്പെക്ടേഷൻ അകത്തേക്ക് കൊടുക്കണം. എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ mu1 dash പ്ലസ് 3x mu1 dash സ്ക്വയർ മൈനസ് mu1 dash ക്യൂബ്, which is equal to എക്സ്പെക്ടേഷൻ അകത്തേക്ക് കൊടുക്കുക. അകത്തേക്ക് കൊടുക്കുമ്പോൾ എക്സിന് മാത്രം എക്സ്പെക്ടേഷൻ കൊടുത്താൽ മതി, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് പുറത്തെടുക്കുക. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ക്യൂബ് മൈനസ് 3 mu1 dash പുറത്തെടുക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3 mu1 dash സ്ക്വയർ പുറത്തെടുക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് ഇത് മൊത്തമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് പുറത്തെടുക്കാം. which is equal to എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ക്യൂബ് എന്ന് പറയുന്നതാണ് നമ്മുടെ mu3 dash മൈനസ് 3 mu1 dash ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് mu2 dash പ്ലസ് 3 mu1 dash സ്ക്വയർ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വീണ്ടും mu1 dash മൈനസ് mu1 dash ക്യൂബ്. ഇനി ഇതിനെ നമുക്ക് mu3 dash minus 3 mu1 dash mu2 dash mu2 dash square into mu1 dash square into mu1, അതായത് 3 mu1 dash cube മൈനസ് mu1 dash cube. അപ്പോൾ പോളിനോമിയൽ ആണ്, അത് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുമ്പോൾ mu3 dash മൈനസ് 3 mu1 dash mu2 dash 3 mu1 dash ക്യൂബും mu1 dash ക്യൂബും കൂടി ആഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മൈനസ് mu1 dash ക്യൂബും കൂടി ആഡ് ചെയ്യുമ്പോൾ പ്ലസ് 2 mu1 dash ക്യൂബ്. അപ്പോൾ ഇതാണ് mu3യുടെ ഫോർമുല ഇൻ ടേംസ് ഓഫ് mu1 dash mu2 dash ആൻഡ് mu3 dash. അപ്പോൾ സെൻട്രൽ മൊമെന്റ്സ് ഇൻ ടേംസ് ഓഫ് റോ മൊമെന്റ്സ്, അതാണ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് r is equal to 4 കൊടുക്കുക. അപ്പോൾ mu4 ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, which is equal to expectation of x minus mu1 dash raised to 4, which is equal to expectation of, നമ്മളിത് ബൈനോമിയൽ തിയറം യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ x raised to 4 minus 4c1 x cube mu1 dash plus 4c2 x square mu1 dash square minus 4c3
എക്സ് ക്യൂബ് സോറി എക്സ് mu1 dash cube plus 4c4 mu1 dash raised to 4. ഇനി എക്സ്പെക്ടേഷൻ അകത്തേക്ക് കൊടുക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് റൈസ് ടു 4 മൈനസ് 4c1 എന്ന് പറയുന്നത് 4 തന്നെ, 4 mu1 dash എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 4c2 എന്ന് പറയുന്നത് 4 into 3 by 1 into 2, 6. 6 mu1 dash square expectation of x square minus 4c3 എന്ന് പറയുന്നത് 4 തന്നെ, 4 into mu1 dash cube expectation of x plus 4c4 എന്ന് പറയുന്നത് 1 mu1 dash raised to 4. ഇത് എക്സിനൊക്കെ എക്സ്പെക്ടേഷൻ കൊടുത്ത് ബാക്കി ടേംസ് എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് വെളിയിലെടുത്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് mu4 dash മൈനസ് 4 mu3 dash mu1 dash പ്ലസ് 6 mu2 dash mu1 dash സ്ക്വയർ മൈനസ് 3 mu1 dash raised to 4. ഇങ്ങനെയാണ് നമ്മൾ റോ മൊമെന്റ്സും സെൻട്രൽ മൊമെന്റ്സും തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നത്.